السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. റസാനത്ത് ഭാഗം 4. മാനിൽത ഇല്ലം തനൽ ഇൽമൻ ഖുലിഖത ലഹു വഇൻ തനൽ ഗൈറഹു മിൻ സായിരിൻ നിഅമി ما فات منك إذا نلت العلوم وإن فاتت سواها الدنا يا عالي الكرم. ما نلت ഒരു വസ്തുവിനെയും നീ എത്തിച്ചിട്ടില്ല. ഇല്ലം തനൽ ഇൽമ, നീ മതവിജ്ഞാനം എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു വസ്തുവിനെയും നീ എത്തിച്ചിട്ടില്ല. ഖുലിഖത ലഹു, വിജ്ഞാനത്തിന് വേണ്ടിയാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വഇൻ തനൽ ഗൈറഹു, വിജ്ഞാനം ഒഴികെ മറ്റെന്തും നീ ലഭ്യമാക്കിയാലും ശരി. മിൻ സായിരിൻ നിഅമി, മിൻ സായിരിൻ നിഅമി, മറ്റുള്ള അനുഗ്രഹങ്ങളാൽ വിജ്ഞാനം ഒഴികെ മറ്റെന്ത് നീ ലഭ്യമാക്കിയാലും ശരി, വിജ്ഞാനത്തിന് വേണ്ടിയാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നീ മതവിജ്ഞാനം എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു വസ്തുവിനെയും നീ എത്തിച്ചിട്ടില്ല. എന്നിട്ട് പറയുന്നു, മഫാത മിൻക ഇദാ നിൽതൽ ഉലൂമ വഇൻ ഫാതത് സിവാഹ ദുനാ യാ ആലിയൽ കറമി. മഫാത മിൻക, ഒരു വസ്തുവും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇദാ നിൽതൽ ഉലൂമ, നീ മതവിജ്ഞാനം ലഭ്യമാക്കിയാൽ ഒരു വസ്തുവും നിനക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വഇൻ ഫാതത് സിവാഹ, വിജ്ഞാനം ഒഴികെയുള്ള എന്തു നഷ്ടപ്പെട്ടാലും ശരി. അദ്ദുന്യാ, അതായത് ഐഹിക ഗുണങ്ങൾ നഷ്ടപ്പെട്ടാലും ശരി. യാ ആലിയൽ കറമി, ഓ മാന്യത ഉയർന്നവനെ, ഐഹിക ഗുണങ്ങൾ നഷ്ടപ്പെട്ടാലും ശരി, വിജ്ഞാനം ഒഴികെയുള്ള എന്ത് നഷ്ടപ്പെട്ടാലും ശരി, നീ മതവിജ്ഞാനം ലഭ്യമാക്കിയാൽ ഒരു വസ്തുവും നിനക്ക് നഷ്ടപ്പെടുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മതപരമായ അറിവ് പഠിച്ച് അതുമൂലം അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കെ, അറിവല്ലാതെ സർവ അനുഗ്രഹങ്ങളും നീ കരസ്ഥമാക്കിയാലും പരിഗണനീയമായ ഒന്നും യഥാർത്ഥത്തിൽ നീ കരസ്ഥമാക്കിയിട്ടില്ല. മതവിജ്ഞാനം ലഭ്യമാക്കിയാൽ ഐഹിക ജീവിത സുഖസൗകര്യങ്ങൾ മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ടാലും യഥാർത്ഥത്തിൽ നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കാനാണല്ലോ മനുഷ്യ നിന്നെ അല്ലാഹു പഠിച്ചത്. ഇബാദത്തിന് അറിവ് നിർബന്ധമാണല്ലോ. അതുകൊണ്ടാണ് ഖുലിഖത ലഹു, അറിവിന് വേണ്ടി നിന്നെ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഈ കവി പറഞ്ഞത്. വല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും അതാ മനുഷ്യരെയും എന്നെ ആരാധിക്കാനായി മാത്രമേ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കണം, അതിന് നിനക്ക് അറിവ് പഠിക്കണം. അറിവ് നിർബന്ധമാണ്. മതപരമായ അറിവും നിനക്ക് ആവശ്യമാണ്.
ഭൗതികപരമായ അറിവും നിനക്കാവശ്യമാണ്. ആ അറിവുകൾ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി അറിവുകൾ സമ്പാദിക്കുകയും അതാ മതപരമായ അറിവുകൾ സമ്പാദിച്ച് നിൻ്റെ ആരാധന നന്നാക്കുവാനും അത് ഉപകാരപ്പെടും. ഫാത്തിഹ സൂറത്ത് അത് കൃത്യമായി നല്ല രീതിയിൽ ഓതണം. അതിന് ഫാത്തിഹ സൂറത്തിനെ കുറിച്ച് അറിയണം. ഫാത്തിഹ സൂറത്ത് ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂ. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് അറിയുന്നത് പോലെ, അത് നല്ലവണ്ണം പഠിക്കുന്നത് പോലെ എല്ലാ മതപരമായ അറിവുകളും നമ്മൾ സമ്പാദിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല അറിവുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അല്ലാഹ് എല്ലാവർക്കും നീ നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കണേ. അല്ലാഹ് ഈ ക്ലാസ് കൊണ്ട് അതേ സമുദായത്തിന് ഉപകാരപ്പെടണം, ജനങ്ങൾക്ക് ഉപകാരപ്പെടണം, ചെറിയ മക്കൾക്ക് ഉപകാരപ്പെടണം, പഠിച്ചു വളർന്ന ആളുകൾക്ക് ഉപകാരപ്പെടണം. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ് ക്ലാസ്സുകൾ എല്ലാ ദിവസവും കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.